ചോദ്യം 5. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ? റോമാലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ അവസാനത്തെ ചോദ്യം, 4-ാമത്തെ ചോദ്യം നാം പഠിച്ചത് ദൈവം നീതീകരിച്ചവനെ ആർ ശിക്ഷ വിധിക്കും, അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്നവൻ ആർ? നമുക്കതിന് ഉത്തരം അറിയാം. ക്രിസ്തു നമ്മെ ഇനിയും ശിക്ഷ വിധിക്കയില്ല. കാരണം വിശ്വസിക്കുന്ന പാപിക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. ജീവിക്കുന്ന ക്രിസ്തു ഇനി വിധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ രക്ഷയോടുള്ള അവന്റെ ബന്ധം പുനരുത്ഥാനത്തിലും മധ്യസ്ഥതയിലും വെളിപ്പെട്ട ജീവന്റെ ബന്ധമാണ്. ഇനി ശിക്ഷാവിധി എന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അവൻ നമ്മുടെ പ്രായശ്ചിത്തമായി മരിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തു. തേജസ്സിൽ നമ്മുടെ വീണ്ടെടുപ്പിന്റെ അന്ത്യം വരെ ക്രിസ്തു നമുക്കായി പക്ഷപാതം ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷയ്ക്ക് ഇതിൽ പരം ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഗ്യാരണ്ടി വേറെ എന്തു വേണം? റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഊന്നൽ നൽകുന്നത് നീതി, നീതിമാൻ, നീതീകരണം. ഈ 3 വാക്കും ഒരു കോടതിയുമായി ബന്ധപ്പെട്ട വാക്കാണ്. പക്ഷെ അപ്പോസ്തലന്റെ റോമാലേഖനം 8-ാം അധ്യായത്തിലെ 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ വിശ്വാസത്തിന്റെ വിജയഗീതം, ദൈവം കൃപയാൽ നീതീകരിച്ച നീതിമാനെ, ദൈവനീതിയെ ഉയർത്തി കാണിക്കുന്നു. നാം ഈ പോയിന്റിൽ നിന്നുകൊണ്ട് വേണം 35-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുവാൻ. 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നാം 2ആയിട്ടാണ് പഠിക്കുന്നത്. ഇന്നും നാളെയും ഇതിന്റെ പഠനം തുടരുകയാണ്. ഉത്തരമില്ലാത്ത 5-ാമത്തെ ചോദ്യം, ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർതിരിക്കും എന്ന് ചോദിച്ച് ഉത്തരത്തിനു വേണ്ടി ചുറ്റുപാടുമായി പരതുകയാണ് അപ്പോസ്തലൻ. ഉപദ്രവങ്ങളുടെയും ശത്രുതകളുടെയും ഒരു പട്ടിക തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിനും നമുക്ക് മധ്യേ പൗലോസ് നിരത്തുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിനും നമുക്കുമിടയിൽ ഒരു അകലമുണ്ടാക്കുവാൻ ആർക്ക് കഴിയും? ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നത് മതിയാക്കുവാൻ ആർക്ക് കഴിയും? ഇവിടെ ശത്രു അല്ലെങ്കിൽ സാത്താൻ ഉപയോഗിക്കുന്ന 7 ആയുധങ്ങളാണ് ഒന്നൊന്നായി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കെതിരെ നാളുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള 7 വിധ കാര്യങ്ങൾ. 1 കഷ്ടത, 2 സങ്കടം, 3 ഉപദ്രവം, 4 പട്ടണി, 5 നഗ്നത, 6 ആപത്ത്, 7 വാള്. ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിൽ ഉണ്ടായി നേരിട്ട വസ്തുതകൾ അത്രേ. നമുക്കറിയാം, ഇതെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നാം ജീവിതത്തിൽ ശുശ്രൂഷയിൽ നേരിടുന്ന കഷ്ടതകളാണ്. കുറച്ചു മുൻപ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് വിടുവിക്കും എന്ന് നിലവിളിച്ച മനുഷ്യനാണോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നതാർ എന്ന് വെല്ലുവിളിക്കുന്ന ഈ സന്തോഷമാണ്. എന്താണ് ഇവിടെ സംഭവിച്ച മാറ്റം? റോമാലേഖനം 7-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഒരു നിലവിളിയോടുകൂടെ സഹായിക്കുവാൻ കേണപേക്ഷിക്കുന്ന, വിടുവിക്കുവാൻ കടന്നു വരുന്ന ഒരു വ്യക്തിയെ നോക്കിയിരിക്കുന്ന പൗലോസ് 8-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഏത് വ്യക്തിക്ക്, ഏത് ശക്തിക്ക്, എന്തിന് എന്നെ ക്രിസ്തുവേശുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയും? നമ്മോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹം നശിപ്പിക്കുവാൻ ഇവയ്ക്കൊന്നിനും കഴിയാത്തതുപോലെ തന്നെ അവയ്ക്ക് അവനോടുള്ള നമ്മുടെ സ്നേഹത്തെയും കുറയ്ക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. വേർതിരിക്കുന്നത് എന്ത് എന്നല്ല, ആർ എന്നാണ് ചോദ്യം. ക്രിസ്തുവിന്റെ സ്നേഹം ഇവിടെ അർത്ഥമാക്കുന്നത് പ്രിയമുള്ളവരെ, വിശ്വാസികൾക്ക് യേശുവിനോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി പ്രത്യുത ക്രിസ്തുവിന് നമ്മോടുള്ള ആ സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹം ഒരു നാളും ഇല്ലാതായി തീരുകയില്ല. അതെന്നേക്കും നിലനിൽക്കുന്നതാണ്. നാം അവനിൽ വസിക്കുന്നിടത്തോളം കാലം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അർത്ഥത്തിൽ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളികളാണ്. റോമിലെ ക്രിസ്ത്യാനികൾ നീറോ ചക്രവർത്തിയുടെ മൃഗീയ ഭരണത്തിന് കീഴിൽ വളരെയധികം യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവയ്ക്കൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതിന് പകരം ഇവയ്ക്ക് നമ്മെ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കുന്നതിൽ മാത്രമേ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. നാം ജയാളികൾ മാത്രമല്ല, മറിച്ച് ജയാളികളെക്കാൾ കൂടുതൽ ജയാളികളാണ്. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് അവർ പൂർണ്ണ ജയാളികളാണ്. നാം കേവലം ഈ വിരുദ്ധ ശക്തികളെ ജയിക്കുന്നു എന്നല്ല, അങ്ങനെ ചെയ്യുന്നതിൽ നാം ദൈവത്തിന് മഹത്വവും മറ്റുള്ളവർക്ക് അനുഗ്രഹവും നമുക്ക് തന്നെ നന്മയും വരുത്തുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇവയെല്ലാം നമ്മുടെ സ്വന്തം കഴിവിലൂടെയല്ല, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരമാണ്. ക്രിസ്തുവിന്റെ ശക്തിക്ക് മാത്രമേ കയ്പിൽ നിന്നും മധുരവും, ബലഹീനതയിൽ നിന്നും ശക്തിയും, ദുരന്തത്തിൽ നിന്ന് വിജയവും, മാനസിക ആഘാതത്തിൽ നിന്ന് അനുഗ്രഹവും, തകർച്ചയിൽ നിന്ന് ഉദ്ധാരണവും നൽകുവാൻ സാധിക്കുകയുള്ളൂ. 37-ാമത്തെ വാക്യം, നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരമാണ് ഇവയിലെല്ലാം നാം പൂർണ്ണ ജയോത്സവം കൊണ്ടാടുന്നത്. പ്രിയരെ, ക്രിസ്തുവിന് മാത്രമേ രക്തസാക്ഷികളുടെ കിരീടം വിജയികളുടെ കിരീടമായി മാറ്റുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാം ജയാളികളാണ് എന്നല്ല, ജയാളിയെ ജയിക്കുന്ന ജയാളികൾ എന്നാണ് ഇവിടുത്തെ ആശയം.